രാഹുലിന്റെ ചികിത്സയിൽ കുട്ടിമണിക്ക് മാറ്റം. ചന്ദ്രുവിന്റെ ചതിക്ക് ജയസേനൻ പരിഹാരം കാണണമെന്ന് ജലജ. ആന്റിയുടെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. മതികലയെ ജാമ്യത്തിലിറക്കാൻ അഡ്വക്കേറ്റ് വീരമണി തയ്യാറാകുന്നു. കുഞ്ഞിമണിയെ സുഭദ്രയെ ഏൽപ്പിച്ച് മനസ്സുജൻ സീതയുടെ വീട്ടിലെത്തുന്നു. ആശുപത്രിയിലെത്തുന്ന സീത കുഞ്ഞിനെ കാണാനായി തിരികെ വയലൂരും വീട്ടിലെത്തുന്നെങ്കിൽ ഇനി ബാലേട്ടനെ വിട്ട് എങ്ങും പോകരുത്. ഇല്ല, ഒരിക്കലും. തുടർന്ന് കാണുക. നശിച്ചു പോവുകയുള്ളൂ നിങ്ങൾ എല്ലാവരും. നിങ്ങൾക്കൊരിക്കലും ഗതി കിട്ടില്ല, ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. വയലൂരും വീട്ടിലെ ബാലചന്ദ്ര, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ സർവനാശം ഈ സീതയുടെ ലക്ഷ്യം. അത് ഞാൻ കാണും. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടുവച്ച് തരണം. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക്, പാഴായി പോയ താരാട്ടിന്റെ ഓർമ്മയ്ക്ക് ഈ തൊട്ടിലെങ്കിലും ഇരിക്കട്ടെ. കണ്ട മുഖങ്ങളല്ല ഇനി കാണാൻ പോകുന്നത്, കണ്ട കഥകളും അല്ല ഇനി വരാൻ പോകുന്നത്.
മോളെ സീത, ഒടുവിൽ നീ വന്നു അല്ലേ? എന്നാലും നിനക്കിവിടെ വരാൻ വേണ്ടി നമ്മുടെ ബാലൻ മരണത്തിന്റെ നൂൽപാലത്തിലൂടെ നടക്കേണ്ടി വന്നല്ലോ മോളെ. നിനക്ക് വേണമെങ്കിൽ അവന്റെ കടയോ വീടോ സ്വത്തോ എന്ത് വേണമെങ്കിലും എടുത്തോ. പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, അവന്റെ ഏറ്റവും വലിയ സ്വത്താ ഈ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ്. അതിനെ അവൻ കുട്ടിമണിക്ക് കൊടുത്തെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് നീ വിചാരിക്കണമായിരുന്നു. ശംഖ് പറിച്ചെടുക്കുന്ന വേദനയോടെ നിന്റെ ബാലേട്ടനത് ചെയ്തതെന്ന് നീ ചിന്തിക്കണമായിരുന്നു. നീ അവനെ മഹാനടനെന്ന് വിളിച്ചില്ലേ? ആ മഹാനടൻ അവസാനം ഒരുക്കിയ രംഗം നിനക്ക് കാണണ്ടേ? എന്തെങ്കിലും നീ വരുമെന്നറിയാവുന്നത് കൊണ്ട് നിന്നെ കാണിക്കാൻ അപ്പച്ചിയമ്മ ആ കാഴ്ച സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നീ വാ. ദേ നോക്ക്, മോളെ, അവസാന യാത്രയിൽ ഇടാൻ വേണ്ടി ഇത്രയും വരെ ഒരുക്കി വെച്ചിട്ടാ നിന്റെ ബാലേട്ടൻ കിണച്ചു ചാടിയത്. ഇതൊന്നും എടുത്തു കൊടുക്കാൻ പോലും നീ വരില്ലെന്ന് എന്റെ കുഞ്ഞിനറിയാമായിരുന്നു. സങ്കടപ്പെടാതെ മോളെ, അവളെ നീ ഒരുപാട് കരയിപ്പിച്ചു സുഭദ്രേ. കരയട്ടെ, അവള് പോയ പിന്നെ എന്റെ കണ്ണും തോന്നിട്ടില്ലല്ലോ. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും അപ്പച്ചമ്മ. അവസാന യാത്രക്കിടാനല്ല, എന്റെ ബാലേട്ടൻ സുഖമായിട്ട് വരുമ്പോ നമ്മുടെ കട തുറക്കാൻ പോകുന്ന ദിവസമാണ് ഞാൻ. കുട്ടിമണിക്ക് അറിയാമോ, ഞാനിങ്ങനെ ഒരു പെൺകുട്ടിയുടെ കട്ടിൽ ഇരുന്നു പറഞ്ഞാലേ എന്റെ അമ്മയ്ക്ക് വലിയ വിഷമാവും. അമ്മ അതാരാ അമ്മ? അമ്മ അമ്മ കുട്ടിമണി, കുട്ടിമണിക്ക് അമ്മ ഓർമ്മയില്ലേ? അമ്മ ആ അമ്മ അങ്ങനെ വരട്ടെ. കുട്ടിമണി അമ്മയെ വിളിക്കുന്നത് അമ്മയെന്നല്ലേ? പിന്നെ എന്ത് വിളിച്ചും? അല്ല വിളിക്കും, പിന്നെ എന്ത് വിളിക്കും? മമ്മീന്ന് വിളിക്കുന്നവരുണ്ട്, അമ്മച്ചിന്ന് വിളിക്കുന്നവരുണ്ട്, ഉമ്മാന്ന് വിളിക്കുന്നവരുണ്ട്, ചിലര് തള്ളേന്ന് വിളിക്കും അല്ലേ? തള്ള തള്ള തള്ള. ആ അതുമല്ല അതുമല്ല അതുമല്ല, നന്നായിട്ടുണ്ട്. ഈ കൊച്ചിനെ അമ്മ ഇല്ലാന്ന് തോന്നുന്നു മാഡം. ഒരു വീട്ടിലുള്ളതേ അമ്മ മാത്രമല്ലല്ലോ, ജസ്റ്റ് ട്രൈ. അച്ഛൻ. പെൺകുട്ടികൾക്ക് കൂടുതൽ അടുപ്പമുള്ളതേ അച്ഛന്മാരോടായിരിക്കുമല്ലോ. ആയിരിക്കൂ? ആയിരിക്കും. കുട്ടിമണി, ഓ കുട്ടിമണിക്ക് അച്ഛനെ ഓർമ്മയുണ്ടോ? അച്ഛൻ. അച്ഛൻ 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 അച്ഛൻ. കുട്ടിമണി, ഈ മീശയൊക്കെ പിരിച്ചിട്ട് തടിച്ചിട്ട് പൊക്കം കൂടി ഈ മെലിഞ്ഞ് തലമുടിയൊക്കെ വെട്ടിയിട്ട് ഈ ഉരുണ്ട് 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 പറ, ആരാ കുട്ടിമണിയുടെ അച്ഛൻ? പറ.
പറ. ഇന്നാലേ ഇവിടെ വന്നിരുന്നു. ഒരു വലിയ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കൊറേ നേരെ എന്റെ തലയെ കൈ വെച്ച് കണ്ണടിച്ചിരുന്നു. ബെസ്റ്റ്. കുട്ടിമണി ഉദ്ദേശിച്ചതേ പള്ളിയിലച്ഛനെ. സാരമില്ല രാഹുല, ട്രൈ അഗെയിൻ. കുട്ടിമണി, കുട്ടിമണി ഇപ്പം പറഞ്ഞ അച്ഛനല്ല ഞാൻ പറഞ്ഞ അച്ഛൻ. അല്ലേ? അതൊക്കെ പോട്ടെ. പോട്ടെ. അല്ല പോട്ടെ. ആ. ചേച്ചി, ഈ അക്ഷരങ്ങളൊക്കെ എന്റെ ഈ മാറിപ്പോന്നെ എന്തേലും കുഴപ്പമുണ്ടോ? കുട്ടിമണിക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പേ ബാക്കിയുള്ളവർക്കാ. ബാക്കിയുള്ളോരോ? അതാരാ? ദേ നിൽക്കുന്നു കുഴപ്പക്കാരൻ. ഞാനോ? അതെ, ഈ രാഹുലൻ കുട്ടിമണിയെ പഠിപ്പിക്കുന്ന അങ്ങോട്ട് ശരിയാവുന്നില്ല. അതാ കുട്ടിമണിക്ക് അക്ഷരങ്ങളങ്ങ് മാറിപ്പോന്നു. രാഹുല, എന്നെ ശരിച്ച് പഠിപ്പിച്ചണം കേട്ടോ. ഈ എല്ലാ അക്ഷരങ്ങളും പഠിപ്പിക്കാൻ എനിക്കെങ്ങനെ പറ്റും? എന്റെ പൊന്നു മാഡം, ഈ മലയാള ഭാഷ എന്ന് പറഞ്ഞാലേ വലിയൊരു കാടാണേ. അവിടെ സെൽഫി എടുത്ത് നടക്കുന്ന ഒരു പിഞ്ച് ബാലനാ ഞാൻ. എനിക്ക് തന്നെ ആകപ്പാടെ കുറച്ച് അക്ഷരങ്ങളെ അറിയാവൂ. അതൊന്നും സാരമില്ല, അറിയാവുന്നത് പഠിപ്പിച്ചു കൊടുത്താ മതി. മതി 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 അത് മതി. എങ്കിൽ പിന്നെ എന്നെയും കൂടെ ഇവിടെ ഒരു കൗൺസിലറായിട്ട് അങ്ങ് ജോലിക്ക് എടുത്തൂടെ? അതാകുമ്പോ സാലറി ഒക്കെ വാങ്ങി കൂടുതലും നന്നായിട്ട് ഞാൻ അങ്ങ് പഠിപ്പിക്കുമല്ലോ. ആഹാ, കൊള്ളാലോ മനസ്സിലിരിപ്പ്. എവിടം വരെ പഠിച്ചു? പ്ലസ് ടു കഴിഞ്ഞു. പക്ഷേ തോറ്റുപോയി. ആഹാ, എന്നിട്ടാണോ ഇവിടെ കൗൺസിലറായിട്ട് ജോലി തരാൻ പറഞ്ഞത്? അതെ. അതിനെ കഷ്ടപ്പെട്ട് പഠിക്കണം, നല്ല ബുദ്ധി വേണം. എന്നെ കുട്ടിമണിയെ പോലെ. എനിക്ക് നല്ല ബുദ്ധിയാ അല്ലേ? പിന്നല്ലാതെ. ഇതിനകം കുട്ടിമണി ഒരുപാട് പഠിച്ചില്ലേ? പഠിച്ചു. ഇനിയും പഠിച്ചണം. പഠിപ്പിച്ചിട്ടാവൂല. എന്നാ തുടങ്ങിക്കോ. വാ 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 ഇരിച്ച്. കേട്ടോ കുട്ടുമണി, പണ്ടൊരു കാട്ടിലെ ഒരു അപ്പൂപ്പനും ഒരു അമ്മുമ്മയും താമസിക്കുന്നുണ്ട്. പേര് കുട്ടൂസനും ഡാഗിനിയും. അവരങ്ങനെ കാലങ്ങളോളം സന്തോഷത്തോടെ താമസിച്ചു വന്നപ്പം അവരെ സഹായിക്കാനായിട്ട് രണ്ടുപേര് വന്നു. എന്നിട്ട് മുത്തുവും വിക്രമനും. അതാരാ? ഇവിടെ പറഞ്ഞേ, മുത്തുവും വിക്രമനും. മുത്തു അല്ല, മുത്തു. എടി വനജേ, അതെ, ഞാൻ പറഞ്ഞ അതങ്ങനെ നടക്കൂ. ഇപ്പൊ എന്തായി? ആ മനസ്സിജൻ ഇവിടെ ഒന്ന് പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വല്യണ്ണൻ എന്തായി പറയുന്നേ? സീതയ്ക്ക് അവളുടെ കുഞ്ഞിനെ കിട്ടിയില്ലേ? കിട്ടി. പക്ഷേ അതിനവൾക്ക് വയലോരം വീട് വരെ പോകേണ്ടി വന്നു. കൊച്ചാശുപത്രിയിലുണ്ടെന്നൊക്കെ മനസ്സിജൻ പറഞ്ഞത് വെറുതെ ആടി. ഇരുമ്പിനെ കാന്തം കാണിച്ചു കൊണ്ടുപോകുന്നത് പോലെ കൊച്ചിനെ കാണിച്ച് നിന്റെ മോൾ അവസാനം വയലോരം വീട്ടിൽ പൊറുതിയായി. ഇനിയിപ്പോ കൊച്ചിന്റെ അച്ഛന്റെയും മലവും മൂത്രവും ഒക്കെ കോരി ജീവിക്കാം. കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് നീ സീതയെ വളർത്തിയതല്ലേ? ഞാൻ പറഞ്ഞത് കേൾക്കാണ്ടാ അവൾ ഇറങ്ങിപ്പോയത്. അവൾക്ക് വേണ്ടിയാ ഞാൻ എല്ലാം ചെയ്തത്. അവളുടെ കുഞ്ഞിനെ പിച്ചക്കാർക്ക് കൊടുക്കുന്ന പോലെ ആ പൊട്ടിമണിക്ക് കൊടുത്തതുകൊണ്ടല്ലേ ഞാൻ ബാലനെ മോശമാക്കി പറഞ്ഞത്. അതല്ല, എനിക്കറിയില്ലേ വല്യ. ബാലന്റെ കട കയ്യേറിയതും ആ പണ്ടാരക്കാലൻ ചാകാൻ വേണ്ടി ഓരോന്ന് ചെയ്തതും ഒക്കെ നിന്റെ മോൾക്ക് വേണ്ടിയാ. അങ്ങനെ ഞാനെല്ലാവരുടെയും ശത്രുവായി. എന്നിട്ടിപ്പോ അവൾക്ക് വലുത് വയലോരം വീടാ. സ്വന്തം വീട്ടുകാരെ പോലും മറന്ന് ഞാൻ അവൾക്ക് ചെയ്ത ഉപകാരത്തിനൊന്നും ഒരു നയാ പൈസയുടെ വിലയില്ല. ഇനിയിപ്പം നീ മാത്രം എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീയും പോ ആ വയലോരം വീട്ടിലേക്ക്. നീയും എന്റെ ശത്രു ആയിക്കോ. വല്യണ്ണൻ ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ഏറ്റവും വലുത് വല്യണ്ണനാ. വല്യണ്ണൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ സീത പോലും. ഉള്ളതാണോ? അതെ. ഇന്ന് വരെ വല്യണ്ണനെ എതിർത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ മോള് പാല് കൊടുത്ത കൈക്കിട്ട് തന്നെ അവൾ കൊത്തിയത്. തിരിച്ചും കൊത്തുന്നുണ്ട് ഞാൻ. ഒരവസരം വരട്ടെ. ഇനി വഴക്കിനൊന്നും പോവണ്ട വല്യണ്ണ. നിനക്ക് ഞാനാണ് വലുതെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വല്യണ്ണൻ തന്നെയാ വലുത്. എങ്കിൽ നീ മിണ്ടാതിരുന്നാ മതി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്.
ആ അയ്യപ്പൻകുട്ടി പറയടോ, എന്തായി മതികലയുടെ ബെയിൽ? സർ, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആ വീരമണി വക്കീൽ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സാറിനോട് പറഞ്ഞല്ലേ ഇതിങ്ങനെ വരുവുള്ളൂ. ഓ, ഇറ്റ്സ് റിയലി എ സാഡ് ന്യൂസ്. സർ, പ്രോസിക്യൂഷൻ ഇത്തിരി വീക്കായിരുന്നു. അതും ആ വീരമണിയുടെ കുരുട്ടുബുദ്ധി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. മുന്നിൽ നിന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് കുത്തുകിട്ടിയത് പിന്നിൽ നിന്ന്. ഡോൺ വറി അയ്യപ്പൻകുട്ടി, ജാമ്യമല്ലേ കിട്ടിയിട്ടുള്ളൂ, മർഡർ കേസ് കിടക്കല്ലേ? ശരിയാണ് സർ, അതാണ് ഏക ആശ്വാസം. എന്തായാലും മതികല പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭാരം പോകും. നാട്ടുകാർ വീണ്ടും ചോദിച്ചു തുടങ്ങും അയ്യപ്പൻകുട്ടി സാറിന് വയലോരം വീട്ടിലാണോ ജോലിയെന്ന്. റിലീസ് ഓർഡർ ആയോ? ഉടനെ ആവും സർ. സർ, ഇന്ന് വെള്ളിയാഴ്ച 4 മണിക്ക് മുമ്പ് റിലീസ് ഓർഡർ ജയിലിൽ എത്തിയില്ലെങ്കിൽ സാറ്റർഡേ സൺഡേ 2 ദിവസം കൂടി അവൾ അകത്തെടുക്കും. അതെങ്കിലും നടക്കണം. ഇനി അതിനുള്ള പണി തുടങ്ങണം. ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ സർ, ഞാൻ വിളിച്ചോളാം. എഴുന്നേറ്റോ. കഷായവും അരിഷ്ടവും ഒക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടാവും, പക്ഷേ എക്സസൈസ് പോരാ. ഓരോരോ ബന്ധപ്പാടല്ലേ. ബന്ധപ്പാട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെപ്പോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ 1/2 മണിക്കൂർ വ്യായാമത്തിന് നീക്കി വെച്ചാൽ എന്താ കുഴപ്പം? ഇനി ശ്രദ്ധിച്ചോളാം. ശരി. ഇനി അടുത്ത മാസത്തിലെ ആദ്യ ശനിയാഴ്ച വന്നാ മതി. അവിടെ ചെന്നാ മരുന്ന് കിട്ടും. ശരി. ഡോക്ടർ, ആ മനസ്സിനോ? ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? ശനിയാഴ്ചകളിൽ ഇവിടെ കാണുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആ യെസ് യെസ്. ഇരിക്കും. ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥയല്ല ഞാൻ. എന്തുപറ്റി? കുട്ടിമണിക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുചെന്ന് കാണിച്ചില്ലേ? അവളാരും തിരിച്ചറിഞ്ഞില്ലേ? എല്ലാ പരീക്ഷണവും കഴിഞ്ഞു, ഒന്നും ഫലിച്ചില്ല. അവൾ നൊന്തുപെറ്റ കുഞ്ഞിനെ കാണിച്ചിട്ട് പോലും അവൾക്ക് മനസ്സിലായില്ല. ഒക്കെ തീർന്നു. എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുത്തു. അവളെ അവകാശപ്പെടുന്ന വേറൊരമ്മയ്ക്ക്, സീതയെടുത്തേക്ക്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടുവിനെ ഒരു സാധാരണ പെണ്ണാക്കാനായി ശ്രമിച്ച ഞാൻ തോറ്റുപോയി. അങ്ങനെ തീർത്ത് പറയണ്ട മനസ്സിജൻ. ലെസ്ലി സാഹിബിന്റെ മെഡിസിൻ ഫലിക്കും. ഷുവർ. ഇപ്പൊ തന്നെ അത് പ്രവർത്തിച്ചു തുടങ്ങിക്കാണും. ഒരു പ്യൂപ്പ ചിത്രശലഭമാകുന്ന പ്രോസസ് പോലെയാണ് ആ ചേഞ്ച് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ? നമുക്കതിനെ ഇപ്പൊ വേറൊരു രീതിയിൽ കാണാം. ഒരു നവജാത ശിശുവിനോട് അതിന്റെ അമ്മ എങ്ങനെയാ അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്? കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ശരീരത്തിലെ ചൂട് പകരും, പാല് കൊടുക്കും, സ്നേഹം കൊടുക്കും. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തന്റെ കുഞ്ഞു വീഴാതെ താങ്ങായി തണലായി നിൽക്കും. കുറേശ്ശെ കുറേശ്ശെയായി കുഞ്ഞു പറക്കമുറ്റി പറന്നുപോകും. മഹാനായ ലെസ്ലി സായിപ്പിന്റെ അപൂർണമായ ചികിത്സ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടിമണിയെ കാണേണ്ടത് ഒരു നവജാത ശിശുവായാണ്. അവളെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ആരും ഉണ്ടായില്ല. ഒരു കുഞ്ഞിനെ എന്ന പോലെ പരിപാലിച്ച ഇനിയും സാധ്യതയുണ്ട്. മനസ്സിജ, ബുദ്ധിയും വിവേകവുമുള്ള ഒരു വ്യക്തിയായി അവളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. എനിക്ക് പ്രതീക്ഷകളൊന്നും തന്നെയില്ല. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഡെസ്പ് ആവാതെ മനസ്സിജൻ, പോസിറ്റീവായി ചിന്തിക്കൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ആളാ കുട്ടിമണി. അവളില്ലെങ്കിൽ നിങ്ങളില്ല. എങ്ങനെയും നിങ്ങൾ അവളുടെ മനസ്സിൽ ഇടം നേടണം. എല്ലാം ഉപേക്ഷിച്ച് തകർന്നു നിൽക്കുകയല്ല വേണ്ടത്, വാശിയോടെ മുന്നേറുകയാണ്. അതുകൊണ്ട് കുട്ടിമണിയുടെ അടുത്തേക്ക് ചെല്ല്. സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിക്കും. അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. ഒരു പുതിയ കുട്ടിമണിയുടെ രൂപത്തിൽ. പിന്നെ കുഞ്ഞിമണിയെ വേറൊരമ്മയ്ക്ക് വിട്ടുകൊടുത്തതിനെ ത്യാഗമായിട്ടൊന്നും കാണണ്ട. അവൾക്കും വേണം ഒരമ്മയെ. അവളുടെ അതേ മാനസിക വളർച്ചയിൽ നിൽക്കുന്ന പെറ്റമ്മയേക്കാൾ കുഞ്ഞിമണിക്ക് വേണ്ടത് ആരോഗ്യവും അവളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു വളർത്തമ്മയാ. കുട്ടിമണിയുടെ അടുത്തേക്ക് ചെല്ല്. എന്തും സഹിച്ച് പിടിച്ചു നിൽക്ക്. താൻ പാതി ദൈവം പാതിന്നല്ലേ? നമ്മുടെ പാതി നമ്മൾ ആത്മാർത്ഥമായി അർപ്പിച്ചാലേ ദൈവം ബാക്കി പാതി തരും. ഞാനിങ്ങോട്ട് വന്നത് നന്നായി. ഒരു പുതിയ വെളിച്ചം മനസ്സിൽ വീണതുപോലെയാ എനിക്ക് തോന്നുന്നത്. നന്ദി ഡോക്ടർ. ശരി. വാവേ, ഇങ്ങോട്ട് നോക്കി. നോക്കട എന്റെ ചക്കര. എന്താ അച്ചൂടാ, അമ്മയുടെ സുന്ദരി മോളാണോ? ഓ ഓ ഓ ഓ ഓ
ഓ, കുളിക്കാൻ എനിക്കിത്തിരി ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാ. കുഞ്ഞിന്റെ കാര്യമെന്ന് പറഞ്ഞപ്പോ എന്ത് ഉത്സാഹം. അടുക്കളയിലെ ഗ്യാസ് തീർന്നിട്ട് കുറെ നാളായി. കൊണ്ടുതരാൻ പറഞ്ഞിട്ട് തന്നോ? ആ. ഇതേ ഞാൻ അടുപ്പിൽ തീ കത്തിച്ച് ചൂടാക്കിയ വെള്ളോ. അതെ, ഗ്യാസ് അടുപ്പിലെ വെള്ളം തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്കും അടുപ്പിൽ തന്നെ ചൂടാക്കിയ വെള്ളം മതി. അയ്യോ, നല്ല കാര്യമായി പോയി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നമുക്ക് കുളിച്ചണ്ടേ? നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണമെങ്കിലേ എന്നെ എടുത്ത് പട്ട് പുതപ്പിച്ച് ആ തീയിലോട്ട് വെച്ചാലേ കാര്യം നടക്കൂ. ഇത്തരം തമാശയൊന്നും ഇവിടെ പറയല്ലേ അപ്പച്ചമ്മേ. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. കേട്ടല്ലോ സുന്ദരേ, സീത പറഞ്ഞത്. ഈ വീട്ടിൽ മരണത്തെക്കുറിച്ചുള്ള തമാശകൾ നിരോധിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ വല്ലതും പറഞ്ഞാല് ഫൈൻ അടിക്കും. ഫൈനോ? എന്തോന്ന് ഫൈന്? ഒരു ബക്കറ്റ് ചൂടുവെള്ളം. പാവം എന്റെ കുഞ്ഞുമണി. എത്ര നാളായി കാണും ഇതിനെ മര്യാദയായിട്ടൊന്ന് കുളിപ്പിച്ചിട്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് കുളിപ്പിക്കാൻ അറിയാവുന്ന ആരോ കുളിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാ. അത് ശരിയാ. മനസ്സിജനുണ്ടായിരുന്നല്ലോ. നന്നായി പരിചരിക്കാൻ അറിയുന്ന ആരെങ്കിലും അവനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ശരിയാ അപ്പച്ചപ്പം പറഞ്ഞത്. സ്നേഹം ഉണ്ടായിട്ടല്ലേ സിജൻ കുഞ്ഞിനെ കൊണ്ടുപോയത്. നന്നായി നോക്കിക്കാണും. എന്നിട്ട് ഞാൻ കേസ് കൊടുത്തു, വഴക്കുണ്ടാക്കി. ബാലേട്ടനോടും നിങ്ങളോടും ഒക്കെ വലിയ ചതിയാ ചെയ്തത്. സാരമില്ല മോളെ, ആ ഒരു സാഹചര്യത്തിൽ ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു പോകും. ഒക്കെ മറന്നേക്ക്. ഇന്ന് തന്നെ എനിക്ക് ആ കേസുകളൊക്കെ പിൻവലിക്കണം അപ്പച്ചമ്മേ. ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. എന്നാലും ഞാൻ കാരണം ഇനി ഒരാളും വിഷമിക്കാൻ പാടില്ല. അല്ല, ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പച്ചപ്പനെ കൂടെ കൊണ്ടുപോയിക്കോ മോളെ, ഒരു ആൺതുണയാകുമല്ലോ. ഒറ്റയ്ക്ക് പോവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പച്ചമ്മേ, ഞാൻ പൊയ്ക്കോളാം. പരാതിയായിട്ട് കമ്മീഷണർ ഓഫീസിലും വനിതാ കമ്മീഷനിലും പിന്നെ പേര് പോലും ഓർമ്മയില്ലാത്ത പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി നടക്കുമ്പോഴേ അമ്മയും നകുലേട്ടനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പരാതികളൊക്കെ പിൻവലിക്കാൻ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമ്പോ അവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. വയലോരം വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ അവർക്കൊക്കെ ശത്രുവിനെ പോലെയായി. വിഷമമുണ്ടെനിക്ക്. എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോ അവരെല്ലാം അകന്നു പോയതില്. നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി അതേക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത്. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? വെള്ളത്തിന്റെ ചൂടാറ് മുമ്പ് കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കണം. അല്ലെങ്കിലേ ആ വെള്ളം കൊണ്ട് ഞാനങ്ങ് കുളിക്കും. പിന്നെ വാ കുഞ്ഞിന്റെ വെള്ളം എടുത്ത് കുളിക്കാൻ. ഇത്രയും നാള് നിങ്ങൾ ഓടിപ്പോവുകയായിരുന്നു പതിവ്. ഈ വെള്ളത്തിൽ തൊട്ടാൽ ഞാൻ നിങ്ങളെ ഓടിക്കും. നമുക്ക് കുളിച്ചാം. ഇല്ലെങ്കിലേ അപ്പൂപ്പൻ കുളിച്ചും വെള്ളത്തിൽ നമുക്ക് കുളിച്ചാം. കാർത്തിക. ആ ഡോക്ടർ, ഞാൻ കുട്ടിമണിയുടെ ഒരു സിറ്റിംഗ് കൂടെ കഴിഞ്ഞു വരികയാ. ആ പേഷ്യന്റിനെ ഇനിയും കുട്ടിമണിയെന്ന് വിളിക്കണമെന്ന് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. അതെന്താ ഡോക്ടർ? വേറൊരു ഡെവലപ്മെന്റ് ഉണ്ട്, ഞാൻ പറയാം. എന്താ അത്? പേഷ്യന്റിന്റെ പേര് കുട്ടിമണിയാണെന്നും അവൾ തന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഒരാൾ വന്ന് ഷോഫ് കാണിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഊവ്, എനിക്ക് ഓർമ്മയുണ്ട്. കുറെ ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് അയാൾ ഐഡന്റിഫൈ ചെയ്യിക്കാൻ ശ്രമിച്ചതല്ലേ? അതെ ഡോക്ടർ. പറഞ്ഞ നാവെടുത്തില്ല. ദാ വന്നു കുട്ടിമണിയുടെ ഭർത്താവ്. ഡോക്ടർ എന്നെ എത്ര വഴക്ക് പറഞ്ഞാലും ശരി, ഞാൻ എന്റെ കുട്ടുവിന്റെ അടുത്തൊന്നും പോവില്ല. തന്റെ ഒരു കുട്ടു ഇനി അവളെ കാണാൻ പോലും ഞാൻ അനുവദിക്കില്ല. തൽക്കാലം പോയിവിടുന്നു. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടി തന്റെ ഭാര്യയല്ല, അത് വേറെ ആളാ. അല്ല, എന്റെ കുട്ടു തന്നെ അത്. ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് തന്നെ പുറത്താക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോ. വീണ്ടും എന്റെ മുമ്പിൽ വന്ന ഈ ഹോസ്പിറ്റലിന് തന്റെ പേരിൽ കേസ് കൊടുക്കേണ്ടി വരും. ആൾമാറാട്ടത്തിന്. ആൾമാറാട്ടോ? അതെ, ആൾമാറാട്ടം തന്നെ. തന്റെ ഭാര്യയാണെന്ന് താൻ പറയുന്ന പേഷ്യന്റിന്റെ യഥാർത്ഥ ബന്ധുക്കൾ കുറച്ചു മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. യഥാർത്ഥ ബന്ധുക്കളോ? അതാര്? ആരാണെന്നും എന്താണെന്നും എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ബോധിപ്പിക്കേണ്ടവരോട് ഞാനത് ബോധിപ്പിച്ചോളാം. ഇല്ല, എന്റെ കുട്ടുവിന് അങ്ങനെ വേറെ ബന്ധുക്കളൊന്നുമില്ല.
അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാ ഞാനിവിടെ കൊണ്ടുവന്നത്. മതി തന്റെ നാടകം. പ്ലീസ് ക്ലിയർ ഔട്ട്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം. ഡോക്ടർ അല്ല ഡോക്ടർ, കുട്ടിമണിക്ക് വേണ്ടി ഡോക്ടറെ കോണ്ടാക്ട് ചെയ്ത ആരാ? അതെ, അത് തന്നെ എനിക്കും അറിയേണ്ടത്. താനത് അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാർത്തിക വരൂ, നമുക്കെന്റെ റൂമിലിട്ട് സംസാരിക്കാം. കം. ഡോക്ടർ കുട്ടിമണിയുടെ കാര്യത്തിൽ പുതിയ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് ഈ ബന്ധുക്കളുടെ കാര്യമാണോ? അതെ. രാവിലെ എന്നെ വിളിച്ചൊരു പെൺകുട്ടി അവരുടെ ബ്രദറിന്റെ കാണാതായ വൈഫിന്റെ ഫോട്ടോ അയച്ചുതരാന്ന് പറഞ്ഞു. ഉടനെ തന്നെ എനിക്ക് മെയിലും വന്നു. എനിക്ക് ഉറപ്പാ ആ കുട്ടി തന്നെ നമ്മുടെ പേഷ്യന്റിനെ നേരിട്ട് കാണാനായി അവർ പുറപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് ദൂരേന്ന് വരുന്നു എന്നാ പറഞ്ഞത്. ഡോക്ടറെ, എന്റെ കുട്ടുവിന് ഞാൻ അറിയാത്ത ബന്ധുക്കളുണ്ടെങ്കിൽ അത് ആരാണെന്ന് പറഞ്ഞേ പറ്റൂ. ഭീഷണിയാണോ? ആ, അങ്ങനെയും കരുതാം. കാല് പിടിച്ച് കെഞ്ചുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് പല പ്രാവശ്യം. ഓരോ തവണയും എന്റെ കുട്ടുവിനെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടപ്പെട്ടവരെ കാണിക്കാൻ ഭൂമിയോളം അല്ല പാതാളത്തോളം താന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോ ഒക്കെ കൈവിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് മേലും കീഴ് നോക്കാനില്ല. എന്തും ചെയ്തു പോകും ഞാൻ, എന്തും. മിസ്റ്റർ മനസിജൻ, ഇവിടെ കിടക്കുന്നത് തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുകയും കുറെ പേരെ കൂട്ടിക്കൊണ്ടുവന്ന് നാടകം കളിക്കല്ലാതെ താൻ എന്താ ഇവിടെ ചെയ്തത്? ആ പേഷ്യന്റിന് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ എത്ര പണം മുടക്കിയിട്ടുണ്ടെന്ന് താൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അഡ്മിറ്റ് ചെയ്ത രാത്രി മുതൽ ഇതുവരെ പേഷ്യന്റിന്റെ ആഹാരം വരെ സൗജന്യമായി നൽകാൻ ഇതൊരു ധർമാശുപത്രിയല്ല. ആ പേഷ്യന്റിന്റെ പേരിൽ ഇതുവരെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് പോലും നടത്താത്തതിന്റെ പേരിൽ മാനേജ്മെന്റിന്റെ പ്രഷർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടും ട്രീറ്റ്മെന്റിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ദേ, ഇവരെ കണ്ടോ? ഇവരുടെ 24 മണിക്കൂർ സർവീസാ ഞാൻ പേഷ്യന്റിന് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ പറയുന്ന നേരാ. ശരിക്കും കുട്ടിമണിക്ക് ഇവിടെ കൊടുക്കുന്നത് ഒരു VIP ട്രീറ്റ്മെന്റാ. ഒക്കെ നേരായിരിക്കും. അതിലൊക്കെ എനിക്കൊരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. നന്ദിയും കടപ്പാടും ഒക്കെ കൊടുത്താ ഞാനും ഡോക്ടറും ഒക്കെ സാറ്റിസ്ഫൈഡ് ആകും. പക്ഷേ മാനേജ്മെന്റിന് ഇതൊരു ബിസിനസ് തന്നെയാ. ക്യാഷ് വേണ്ടടുത്ത് ക്യാഷ് തന്നെ വേണം. ഇന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തവര് എന്നോട് ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? അവര് വരാൻ ലേറ്റ് ആവുമെന്നും അതിനു മുമ്പ് തന്നെ ഒരു പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്തേക്കാവുന്ന. ഞാനാ പറഞ്ഞത്, നേരിട്ട് കണ്ട് കുട്ടി അവരുടെ റിലേറ്റീവ് തന്നെയാണോ എന്ന് ഉറപ്പിച്ചിട്ട് മതി ക്യാഷ് എന്ന്. അപ്പോ പണമാണോ ഒരു ബന്ധത്തെ അളക്കുന്നതിനുള്ള മാനദണ്ഡം? ചില സാഹചര്യങ്ങളിൽ പണം ഒരു മാനദണ്ഡമാണ്. ഇതിപ്പോ അത്തരം ഒരു സിറ്റുവേഷനാണ്. കുട്ടിമണിയുടെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന താങ്കൾ എന്തുകൊണ്ട് ചികിത്സാ ചെലവുകൾ വഹിക്കുന്നില്ലെന്ന് ഡോക്ടർ ചിന്തിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്റെ ടെൻഷനിനിടയിൽ അങ്ങനൊരു കാര്യം ആലോചിച്ചതില്ല ഡോക്ടർ. കാരണം എന്റെ മനസ്സിലെ ത്രാസിന്റെ ഒരു തട്ടിൽ ബന്ധങ്ങളും മറുതട്ടിൽ പണവും എടുത്തു വച്ചാൽ ബന്ധങ്ങളുടെ വശത്തായിരിക്കും ഭാരം കൂടുതൽ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ കരുതിയത്. പ്രത്യേകിച്ചും ഇതൊരു ആശുപത്രിയല്ലേ. ഒരുപാട് കാരുണ്യം ഞാൻ പ്രതീക്ഷിച്ചു. എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റ്. പറ ഡോക്ടറെ, ഇതുവരെ എത്ര രൂപ ചെലവായി? ഞാൻ കൊണ്ടുവരാം. ഇന്ന് രാവിലെ വരെ 2.8 lakhs. ആ എമൗണ്ടും തുടർ ചികിത്സയ്ക്കുള്ളതും ചേർത്ത് 3.5 ലക്ഷം കെട്ടിവെക്കാന്ന് രാവിലെ വിളിച്ചവര് പറഞ്ഞത്. വേണ്ട, എന്റെ കുട്ടുവിന് വേറെ ആരുടെ ഔദാര്യം ആവശ്യമില്ല. പണം ഞാൻ കൊണ്ടുവരും, ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും. എങ്കിൽ കൊണ്ടുവാ. എത്രയും പെട്ടെന്ന് വേണം. 1 മണിക്കൂറിനുള്ളിൽ അവരെത്തും. പേഷ്യന്റ് അവരിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ മറ്റെവിടെയെങ്കിലും ചികിത്സിച്ചോളാന്ന് അവര് പറഞ്ഞത്. ഞാൻ ഡിസ്ചാർജ് ചെയ്തെന്നിരിക്കും. വേണ്ട, പണം ഞാൻ തന്നെ കൊണ്ടുവരാം, എത്രയും വേഗം. എങ്കിൽ ചെല്ല്. ആ ഡോക്ടർ, അയാള് പറയുന്ന നുണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അയാളുടെ അടവാ കാർത്തിക. കള്ളി വെളിച്ചത്തായതോടെ ഇവിടുന്ന് സേഫായി രക്ഷപ്പെടാൻ നടത്തിയ വേഷം കെട്ടല അയാളുടെ ദേഷ്യവും കരച്ചിലും ഒക്കെ.
ഓട്ടോ ഓട്ടോ. ആ ഞാൻ നോക്കാം. ശരി. ഞാൻ പറഞ്ഞ കാര്യം നടക്കൂ. 3 ലക്ഷം രൂപയായിട്ട് തന്നെ വേണമെന്നില്ല. സ്വർണ്ണമായിട്ട് കിട്ടിയ പണയം വെക്കാലോ. ഇനി 50 or 60 ആയാലും വിരോധമില്ല. അണ്ണാറ കണ്ണനും തന്നാലായതെന്നല്ലേ. ബായ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്ക്. ആ മതി മതി ബായ്. ഞാൻ ചോദിച്ച ആര് തരാനാണ് ബായ്? 500 1000 ഏറിയ 2000 തരുമായിരിക്കും. 3 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോഴേ എല്ലാവരുടെയും തല കറങ്ങും. കിട്ടിയേ പറ്റുവിച്ചളേ, അല്ലെങ്കിൽ എൻ്റെ കുട്ടു. അയ്യപ്പൻകുട്ടി സാറിന് കിട്ടിയോ? ഇല്ല, പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ബായ് സമാധാനമായിട്ടൊന്ന് ആലോചിക്കും. ഇത്രയും കാശ് കയ്യിൽ കാണാൻ സാധ്യതയുള്ള പരിചയക്കാരുണ്ടോ? ഞാൻ ഫോണ് വിളിച്ച് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് കറങ്ങിയിട്ട് വരാ ബായ്. കുറെ പേരൊന്ന് നേരിട്ട് കണ്ടുനോക്കാം. ഞാനും നോക്കാൻ പറ്റളേ. ശരി ബായ്. ആ എന്താ സിജ? സാറേ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണമായിരുന്നു. അയ്യോ സിജ, ഞാൻ ബാംഗ്ലൂരാ. വേറെ ചില കാര്യങ്ങളുമായി വന്നതാ. അല്ല, എന്താ ഇത്ര അത്യാവശ്യം? വലിയൊരു പ്രശ്നത്തില്ല സാറേ ഞാൻ. ശരി, എത്ര രൂപയാണ് വേണ്ടത്? ഒരു 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയോ? അല്ല, ഇവിടെ ഇരുന്ന് കൊണ്ട് അത്രയും ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല സിജ. 3-4 ദിവസം കൊണ്ട് ഞാനങ്ങ് എത്തും. അത് കഴിഞ്ഞ് മതിയോ? പോരെ സാറേ, എത്രയും പെട്ടെന്ന് വേണം. എൻ്റെ കുട്ടിമണിക്ക് വേണ്ടിയാ. ഞാൻ നോക്കട്ടെ സിജ. എന്തായാലും ഉറപ്പ് പറയുന്നില്ല. ഇത്രയും വലിയ തുകയല്ലേ. പറ്റുന്നത്രയും അറേഞ്ച് ചെയ്യാം സാറേ. ശരി, ഞാൻ സിജനെ തിരിച്ചു വിളിക്കാം. അല്ല, വേറെ വഴികളും നോക്കിക്കോ. ശരി സാറേ. ശരി. എന്താ മനസ്സിച്ച? ഡോക്ടറെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3 ലക്ഷം രൂപയോളം വേണം. കയ്യിലുണ്ടാവോ? ഇത്രയും വലിയ തുക എന്റെ കയ്യിൽ എവിടുന്നാ? ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സേവനമായിട്ടല്ലേ. സാരമില്ല, ഞാൻ വേറെ നോക്കട്ടെ. അല്ല, എന്താ ഇത്ര അത്യാവശ്യം? ഹലോ മനസ്സിജൻ.
ഒന്നും നടന്നില്ല സാറേ, ഒക്കെ കൈവിട്ടു പോയി. ആ, വിഷമിക്കാതെ മനസ്സിജ. നീ പറഞ്ഞതിൽ പാതി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൽക്കാലം അത് കൊടുത്ത് പറഞ്ഞു നിൽക്ക്. ബാക്കി ഞാൻ വന്നിട്ട് ശരിയാക്കാം. പകുതി കൊടുത്താൽ അവര് സമ്മതിക്കുമായിരിക്കും അല്ലേ സാറേ? ആ, നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു നോർമൽ കേസിൽ ഏത് ഇടപാടുകാരനും സാവകാശം തരും. ശരി. ഞാനൊരു ബിസിനസ്സുകാരനല്ലേ. പകുതി ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞു നിൽക്കാം. അതെ, സാവകാശം തരുമായിരിക്കും സാറേ. എനിക്കെങ്ങനെ പണം കിട്ടും സാറേ? അമ്പൂറ്റുമുക്കിനടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടല്ലോ, ആ അതിൻ്റെ പിറകിൽ ഒരു ബാഹുലേൻ്റെ വീടുണ്ട്. ആ, നീ കണ്ടിട്ടുണ്ടാവും, ഒരു വെള്ളത്തിൻ്റെ ഷേപ്പിൽ മതിലുള്ള വീട്. ആ, എനിക്കറിയാം സാറേ. അവിടെ ചെന്ന് നീ ബാഹുലേനെ കണ്ടാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ, ശരി സാറേ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. നന്ദിയൊക്കെ പിന്നെ പറയാം. നീ ആദ്യം ചെല്ലവിടെ. ആ, ശരി സാറേ, വയ്ക്കുവാ. ആ, ശരി. ഓട്ടോ. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നോക്കി. ഇനി എന്ത് വേണം? എഴുന്നേൽക്കണം. വേണ്ട, അവിടെ ഇരുന്നോണ്ടേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേട്ടാ മതി. കേൾക്കാം, നീ പറ. നിങ്ങൾക്ക് ഇന്നും നാളെയും ചോറ് വേണോ അതോ ഇന്നും നാളെയും മറ്റന്നാളും കഞ്ഞി വേണോ? ആ, ഇതെന്താ സുഭദ്രേ, നീ കടങ്കഥ ചോദിക്കുകയാണോ? കടങ്കഥയൊന്നും അല്ല, ഉള്ള കാര്യോ. ചോറ് വെച്ചാൽ 2 ദിവസം കൊണ്ട് അരി തീരും. കഞ്ഞിയാണെങ്കിൽ 3 ദിവസം പിടിച്ചിരിക്കാം. ഏത് വേണം? അതെന്താ അപ്പച്ചമ്മേ, അരി തീരാറായോ? തീരാറായെന്ന് മാത്രമല്ല, ഇനി വാങ്ങിക്കാൻ കയ്യിൽ പണവും ഇല്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തീർന്നിരിക്കുക. പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയ കാലം മറന്നു. മുറ്റത്തും പറമ്പിലുള്ള ഓരോന്ന് പറിച്ചാ കൂട്ടാൻ വയ്ക്കുന്നത്. ബാലന്റെ കട പൂക്കോടി കയ്യേറിയതോടെ വരുമാനം തീർന്നില്ലേ? ഇനി അതൊന്നും ഓർത്ത് മോള് സങ്കടപ്പെടണ്ട. സങ്കടപ്പെടാതെ പറ്റില്ലല്ലോ. കട പോവാൻ കാരണക്കാരി ഞാനാണല്ലോ. കട പോയെന്ന് ആരാ പറഞ്ഞത്? ബാലൻ ആശുപത്രിയിലും രവി അവന് കൂട്ടിരിക്കുന്നത് കൊണ്ടുമല്ലേ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടെ. ആ പൂക്കോടിയെ ഓടിച്ചിട്ട് കട നമ്മൾ തിരിച്ചു പിടിക്കും. അതിനുള്ള കഴിവൊക്കെ ഉണ്ട് എന്റെ അച്യുതന്റെ പിള്ളേർക്ക്. പ്രശ്നമൊന്നും വേണ്ട അപ്പച്ചമ്മ. കട തിരിച്ചു തരാൻ അമ്മാമ്മയോട് ഞാൻ പറയാം. ബാലേട്ടന്റെ കടയില് എനിക്കും ഇല്ലേ അവകാശം? എന്താ സംശയം? നീ കൂടെ നിന്നാ ഞാനും വരാം നിന്റെ ഒപ്പം. നിന്റെ അമ്മാവൻ ചെയ്തതുപോലെ രാത്രിയിൽ പൂട്ടുപൊളിച്ച് കയറിയല്ല വേണ്ടത്. പട്ടാപ്പകല് നാട്ടുകാരുടെ മുന്നിലൂടെ അന്തസ്സായിട്ട് കയറി ചെല്ലണം. എന്നിട്ടിറങ്ങി പോകാൻ പറയണം. അത്രയ്ക്കൊന്നും വേണ്ട സുഭദ്ര. പിന്നെന്താ? അയ്യോ, ഇറങ്ങിയാലും കൂട്ടുകാരാന്ന് പറയണോ? മുള്ളിനെ നമ്മൾ മുള്ളുകൊണ്ട് തന്നെ എടുത്തേ പറ്റൂ. ആദ്യം ഞാൻ ചെന്ന് അമ്മാമ്മയോട് സംസാരിക്കാം. അങ്ങനെയൊന്ന് സംസാരിച്ചാലൊന്നും നിന്റെ അമ്മാമ്മൻ ഒഴിഞ്ഞു തരില്ല മോളെ. വെറുതെ നിന്നെ ചീത്ത വിളിക്കും. നീ നിന്ന് കരയുകയും ചെയ്യും. അങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പച്ചമ്മേ. ഞാൻ ബാലേട്ടന്റെ ഭാര്യയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിഞ്ഞൂടെ? അമ്മാമ്മ ബഹളം വെക്കൊന്നുമില്ല. അപ്പൊ നിന്റെ അമ്മാമ്മ കട വിട്ടുതരുമെന്നാണോ പറയുന്നത്? ആ, അവിടെയും ഒരു പ്രശ്നമുണ്ട് മോളെ. നാട്ടുകാരുടെ വിചാരം നീയും ബാലനും ഇപ്പോഴും പിണക്കത്തിലാണെന്നാണല്ലോ. അയാൾ ബഹളം വെച്ചാ ആരെങ്കിലും നിന്റെ കൂടെ നിൽക്കൂ? ഒന്നും സംഭവിക്കില്ല അപ്പച്ചപ്പ. ഞാനല്ലേ പറയുന്നത്. സുഭദ്രേ, ഇനി കട ഒഴിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പരാതി കൊടുക്കാം. നിയമപരമായ അവകാശം നമുക്കുള്ളപ്പോ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? വേണ്ടി വന്നാ അങ്ങനെ ചെയ്യാ അപ്പച്ചപ്പ. നേരെ ഒരുപാട് താമസിച്ചു. ബാലേട്ടനുമായുള്ള കേസ് പിൻവലിക്കാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് തുടങ്ങി വെച്ചിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവും. കുറച്ചു നേരം ഞാൻ ബാലേട്ടന് കൂട്ടിരുന്ന രവിക്ക് ഇങ്ങോട്ടൊന്ന് പോരാലോ. എത്ര ദിവസമായി ആ പാവം അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇറങ്ങട്ടെ അപ്പച്ചമ്മേ. ആ, എന്നാ മോള് ചെല്ല്. കുഞ്ഞുറക്കാണല്ലോ. അവൾ ഉറങ്ങി. അതെ, നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ല. ചോറ് വേണോ കഞ്ഞി വേണോ എന്നുള്ള പ്രശ്നമല്ലേ? എനിക്ക് കഞ്ഞി മതി. ആ, അങ്ങനെ ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എനിക്ക് 3 നേരം നന്നായി ആഹാരം കഴിച്ചേ പറ്റൂ. അതെന്താ പെട്ടെന്നൊരു വാശി? എന്റെ ബാലന്റെ കടയായതുകൊണ്ട്, അവന്റെ ഭാര്യ നമ്മളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട്. ഞാൻ സഞ്ചി എടുത്തു തരാം. നിങ്ങൾ കട വരെ ഒന്ന് ചെല്ല്. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ തരാൻ ആ പൂക്കോട്ടിയോട് പറ. അയാൾ പണം ചോദിക്കും സുഭദ്രേ. കാശ് ചോദിച്ചാ മുഖത്ത് നോക്കി 4 ചീത്ത വിളിച്ചു കൊടുക്കണം. ആര്? ഞാൻ? നിങ്ങൾക്ക് പോകാൻ വൈകി പറ, ഞാൻ പോവാം. അതെന്തായാലും വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം.
രാഹുല ഇരിക്കുവാ. ഞാനൊക്കെ ഇനി ഇരുന്നിട്ട് എന്താ കുട്ടിമണി കാര്യം? കുട്ടിമണിയെ കാണാൻ ഇന്ന് വേറെ ചിലര് വരികയല്ലേ? വേറെ ചിലരോ? അതാരാ? കുട്ടിമണിയുടെ ഭർത്താവ്, നാത്തൂൻ, അമ്മായിയമ്മ, അങ്ങനെ കുറെ പേര്. ഇന്നലെ വന്നവരാണോ? അവരല്ല. അതൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഇന്ന് വരുന്നവരാ ഒറിജിനൽ. ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ അവര് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ആദ്യം കുട്ടിമണി ആരെങ്കിലും തിരിച്ചറിയോന്ന് നമുക്ക് നോക്കാം. നോക്കാം. ഞാൻ നന്നായിട്ട് നോക്കാവേ. പക്ഷെ കള്ളന്മാരാണെങ്കിൽ ഓടിച്ചു വരണം കേട്ടോ. ആ, കള്ളന്മാരാണെങ്കിൽ ഓടിച്ചു വിടുക മാത്രമല്ല, നമുക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യാം. എന്താ? നല്ല 2 ഇടിയും കൊടുപ്പിക്കണം. വേണ്ടേ? അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഫലിച്ചു വരുന്ന സമയം ഇത്. പോലീസ് എന്ന് കേട്ടപ്പോഴേ അവൾ ഇടിയുടെ കാര്യം കണക്ട് ചെയ്തു. നേരാണല്ലോ. അതൊക്കെ എനിക്കറിയാം. പോലീസ് കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിച്ചും ഇടിച്ചും ചവിട്ടും. ടപ്പേനും ഇടിച്ചും. ഏതെങ്കിലും പോലീസുകാരെ അറിയോ കുട്ടിമണിക്ക്? പിന്നെ ഒരുപാട് പേരെ എനിക്കറിയാം. എന്നാ ഒരാടെങ്കിലും ഒന്ന് പേര് പറഞ്ഞേ. പേരോ? പേര് മറന്നുപോയി. കഷ്ടമായല്ലോ. ഒരാഴ്ച കൂടെ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കെല്ലാം ഓർമ്മിപ്പിച്ചെടുക്കായിരുന്നു. പക്ഷേ ഇന്ന് വരുന്നവരെ അവൾ തിരിച്ചറിഞ്ഞ മിക്കവാറും അവര് ഡിസ്ചാർജ് വാങ്ങിപ്പോകും. ഒരാഴ്ച കൂടി കുട്ടിമണി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ അവരോട് പറയണം വേണം. നോക്കാം. എന്തായാലും നമ്മളെ ഏൽപ്പിച്ച് ജോലി ചെയ്യും. ഒരു ഡിസ്ചാർജിന് ഇവിടെ റെഡിയാക്കാം. ശരി. ഇന്ന് വരുന്നവരെ കുട്ടിമണി തിരിച്ചറിഞ്ഞ ചിലപ്പോ അവരുടെ കൂടെ പോവേണ്ടി വരും കേട്ടോ. രാഹുലിനും വരുമോ കൂടെ? വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ അവര് കൊണ്ടുപോകില്ലല്ലോ. രാഹുൽ വന്നാലേ ഞാൻ പോവുള്ളൂ. എങ്കിൽ പിന്നെ കുട്ടിമണി തന്നെ അവരോട് പറ, രാഹുലിനെയും കൂടെ കൊണ്ടുപോകാൻ. അതുമല്ല. ഞാൻ പറയാവേ. രാഹുല ഞാൻ പറയാവേ.